ഈ കാലത്തൊരു പെണ്ണ് സെറ്റായിട്ട് പോണെങ്കിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. അതിലൊന്നാമത്തെ കാര്യം തൊട്ട് മസ്റ്റാ. കാശുണ്ടെന്ന് വെച്ചാൽ ഏത് കൊമ്പത്തെ പെണ്ണായാലും ഒന്ന് ചായും. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓഫ് ദ പവർ ഓഫ് മണി. രണ്ടാമത്തെ കാര്യം എന്താ? എഡ്യൂക്കേഷൻ. കേട്ടണ്ട, മിനിമം ഒരു ഡിഗ്രിയോ MBA ഉണ്ടെങ്കിൽ നന്നായി. അത് മസ്റ്റ്. കോപ്പണ്. ഇനി മൂന്നാമത്തെ കാര്യം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അതാണ് മെയിൻ സാധനം. ദൈവമേ, അതെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. സൗന്ദര്യം. മോനെ നിന്നെ ബോഡി ഷെയിം ചെയ്യുന്നല്ലാട്ടാ. നീ അതും പറഞ്ഞ് കുറെ എണ്ണം. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടിപ്പുഴ ആറാട്ടുകടവ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ മണിച്ചേട്ടൻ പാടിയ കൂടപ്പുഴയാറിൽ അലഞ്ഞോ ആ കൂടപ്പുഴയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? കിലാഡിസ്. ഇതാണ് അജ്മൽ, മോസ്കോയിൽ വീട്. ആൾ നിസ്സാരക്കാരനല്ല. ഞാൻ ചാലക്കുടിക്കാർക്ക് പരിചയപ്പെടുത്താൻ പോവാണ്. ഇനി അബ്രപാളികളിൽ വിസ്മയങ്ങൾ തീർക്കാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരൻ, പേര് അജ്മൽ. കുറേ സിനിമകളുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കിഡിലൻ ഷോർട്ട് ഫിലിം നമ്മുടെ യൂട്യൂബിൽ ഇറങ്ങിയേക്കാണ്. പേര് സമൽരാജിന്റെ സ്വപ്നങ്ങൾ. സമൽരാജ്, ആ പേര് തന്നെ ഒരു പുതുമയില്ലേ. 12 ലക്ഷം ആകെ ടോട്ടൽ മൊത്തം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. സംഗതി ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രണയ കഥ, ഒരു പാവം ലോലൻ ചേട്ടൻ്റെ ഒരു കഥ. അത് വളരെ മനോഹരമായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അമൽരാജ് മോസ്കോയിലെ അമൽരാജ്, ഇത് നമ്മുടെ പരിയാരം സ്വദേശി. ഇതാണ് നമ്മുടെ ഈ അജ്മലിന് ഈ ഷോർട്ട് ഫിലിം എടുക്കാനായിട്ടുള്ള അജ്മൽ ഇതിന്റെ ഡയറക്ടറാണ്. ഈ ഡയറക്ടർക്ക് ഇതിനു വേണ്ടി എല്ലാ പ്രചോദനം നൽകിയൊക്കെയാണ് ഇരിക്കുന്നത്. എന്തൊക്കെയുടെ പേര്? ഇൻഷാദ് എന്നാണ് ഇക്കയുടെ പേര്. ഇക്ക പരിയാരം സ്വദേശിയാണ്. അപ്പോൾ ഇക്കയുടെ പ്രചോദനത്തിൽ ഈ സാധനം സമൽരാജിന്റെ സ്വപ്നങ്ങൾ അങ്ങോട്ട് സാക്ഷാത്കരിക്കപ്പെട്ടു. ആകെ ടോട്ടൽ മൊത്തത്തിൽ നമ്മൾക്ക് അജ്മലിനോട് ചോദിക്കാം, ഈ ഷോർട്ട് ഫിലിമിന്റെ ഒരു പേര് സമൽരാജിന്റെ സ്വപ്നങ്ങൾ, അത് എന്തിട്ട് രാജാണ് സംഭവം? അങ്ങനെ ഒരു പേര് ആദ്യമായിട്ടാണ് കേൾക്കണേ. എനിക്ക് ആദ്യം അറിയേണ്ടതില്ലേ, ഈ അജ്മൽ എന്ന് പറയുന്ന ക്യാരക്ടർ ചാലക്കുടിയിൽ എല്ലാവർക്കും സുപരിചിതനാണോ എന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ സുപരിചിതനായിരിക്കാം. പക്ഷെ കുറേയും കൂടി സുപരിചിതനാക്കാൻ വേണ്ടി ചോദിക്കണം, ഒന്ന് പരിചയപ്പെടുത്താമോ? എന്റെ പേര് അജ്മൽ. വീട് ഇവിടെയാണ്, മോസ്കോയിലാണ് വീട്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. സിനിമയിൽ ഞാൻ കുറെ വർഷങ്ങളായി വർക്ക് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആദ്യമായിട്ട് അവസരം തന്നെ നിഷാദിക്കാൻ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് സമൽരാജിലേക്ക് വരുന്നത്. ഈ സമൽരാജിന്റെ ഈ ഷോർട്ട് ഫിലിമിൽ അജ്മലിന്റെ റോള് ഞാനും സംവിധാനം ചെയ്തത്. ഞാൻ എഴുതുന്നത് ഞാൻ തന്നെയാണ്. അപ്പോ ആദ്യമായിട്ട് ചെയ്ത ഒരു ഫംഗ്ഷനാണ്, ഫസ്റ്റത്തെ സംഗതിയാണ് ഇത്. ഇങ്ങനെ ഒരു സംഗതി ചെയ്യാനായിട്ടുള്ളൊരു എന്താണ് പ്രചോദനം? സമൽരാജ് ആ പേര് നമുക്ക് എടുത്ത് പറയാം. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൽരാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തെ വളരെ ദുർബലനായിട്ടുള്ള ഒരു പയ്യന്റെ കഥ. ബിബീഷ് കുമാർ അതുപോലെ പറയുന്ന പോലെ വളരെ ദുർബലനായിട്ടുള്ള ഒരുത്തനാണ്. അവൻ പെയിന്റ് പണിക്കാരനാണ്. അവന് വലിയ ഒരു കാമുകിയുണ്ട്. അപ്പൊ കാമുകിക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവൾ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യും. അപ്പൊ അവന്റെ അടുത്ത് ഒരു R15 എടുക്കാൻ പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കണ്ടില്ലേ ഞായറാഴ്ച തമിഴ്മാരില്ലേ, അവരുടെ കയ്യിൽ നിന്ന് പലിശക്ക് കാശ് എടുത്തിട്ടാണ് അവൻ അത് ചെയ്യുന്നത്. അത്രയും ദുർബലനായിട്ടുള്ള ഒരുത്തനാണ്. അതുകൊണ്ടാണ് സമൽരാജ് എന്നുള്ള പേര് ഇട്ടത്. അവന്റെ സ്വപ്നങ്ങളാണ് ഈ ഷോർട്ട് ഫിലിം. ഇത് കഥയുടെ നിങ്ങൾ കഥ എന്തായാലും കണ്ടോട്ടെ. എന്തായാലും അതിനൊരു ഇത് എന്ത് ബേസ് എങ്ങനത്തെ ഉള്ള ഒരു കഥയാണ്? ഇതൊരു തേപ്പിന്റെ കഥയാണ്. തേപ്പ് കഥ, തേപ്പിന്റെ പ്രതികാരമാണ്. അജ്മലിനെ തേപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രതികാര കഥയല്ല. അജ്മലാണോ അത്? അല്ല, ഞാനല്ല. നമ്മൾ കണ്ട ഒരുപാട് ആളുകളുടെ ഒരു കഥയാണിത്. അപ്പൊ അവൻ അതിനകത്ത് എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളതാണ് കഥ. അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. എത്ര സമയമുണ്ട്? 31 മിനിറ്റ് ഉണ്ട്. 30 മിനിറ്റ്. ആരാണ് ഇതിന്റെ അഭിനേതാക്കളൊക്കെ? ഇതിനകത്ത് പ്രധാനം അഭിനയിച്ചത് സമൽരാജ് അഭിനയിച്ചത് വിജിലേഷ് കരിയാടാണ്. വിജിലേഷ്, പിന്നെ വൈശാഖ് വിജയൻ, തണ്ണീർമത്തനങ്ങളിലൂടെ എല്ലാം ഇതായിട്ടുള്ള വൈശാഖ്. പിന്നെ ആർട്ടിസ്റ്റ് ആമിന നിജാണ് പിന്നെ നായികയായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നൗഫിയ ഖാദർ, പിന്നെ നമ്മുടെ ചാലക്കുടി ബിറ്റോ ഡേവിസ്, ടണ്ണമ്മൽ, പുള്ളിക്കാർ. ഇത്തരം പേരാണ് അതിന്റെ എല്ലാം അഭിനയിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ കൂട്ടായ്മയിലൂടെ വന്ന? തീർച്ചയായിട്ടും ഒരു കൂട്ടായ്മയിലൂടെ വന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. ഞാൻ 2 വർഷം മുമ്പ് വിജിലേഷനത്ത് കഥ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴാണ് നമുക്ക് ഇൻഷാദൊക്കെ പോലുള്ള പ്രൊഡ്യൂസർ കിട്ടുന്നതും ഇത്രയും നല്ല രീതിയിൽ അത് ചെയ്യാൻ സാധിച്ചത്. ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായി, ഷോർട്ട് ഫിലിമായി. ഇനി അടുത്ത സ്വപ്നം സിനിമ ചെയ്യാന്നുള്ളത് തന്നെയാണ്. സിനിമ പഠിക്കാനാണ്. അത് ശരി. അപ്പൊ ബണ്ണി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സിനിമ ചെയ്യാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് ഫിലിം ചെയ്തത്. ആളുകൾ സ്വീകരിച്ചു. 12 ലക്ഷം ആൾ കണ്ടു കഴിഞ്ഞു. 12 ലക്ഷം പേരുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഈ ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഒരു സർഗാത്മക കലയൊക്കെ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. തുട്ടിറക്കണം. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇക്കയ്ക്ക് ആകെ ടോട്ടൽ മൊത്തം ഇങ്ങനെ ഒരു തുട്ടിറക്കാൻ തോന്നിയൊരു പ്രചോദനം? ഇക്കനൊരു തുട്ടാണോ? കഥ കേട്ടപ്പോൾ ഒരു ത്രെഡ് ഇഷ്ടമായി. അതുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോയി. അത് ശരി. എങ്ങനെ അജ്മലിനെ മുന്നേ അറിയാം? ഇല്ല. ഇത് ഇങ്ങനെ ഇക്ക മുന്നേ ഇങ്ങനെ സർഗാത്മക പരിപാടികൾക്കൊക്കെ പൈസ അങ്ങനെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കലയോട് താല്പര്യമുള്ള നമുക്ക് താല്പര്യം. അത് ശരി. സിനിമ നമ്മുടെ ഒരു മോഹമായിരുന്നു. അത് ശരി. ഇപ്പൊ അജ്മൽ പറയുന്നത് പുതിയൊരു സിനിമ നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് ഷോർട്ട് ഫിലിമോടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഉള്ളത് ചോദിക്കട്ടെ, ഈ ഷോർട്ട് ഫിലിം കണ്ടു കഴിയുമ്പോൾ എന്ത് തോന്നുന്നു? മുന്നോട്ട് പോകുന്നു. മനസ്സിലായി. മുന്നോട്ട് പോകും. സംഗതി ചക്കൻ
കുഴപ്പമില്ല കുഴപ്പമില്ല. കൂടെ താമസം അവൻ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ട്രൗസർ കയറില്ല. ഇല്ല. അജ്മൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാലക്കുടിക്കാരനെ പരിചയപ്പെടുത്താണ്. ചാലക്കുടിക്കാർ ഈ സിനിമാ മേഖലയിലൊക്കെ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ കമ്പനികൾ വരുന്നു, നമ്മുടെ ചാലക്കുടിയിൽ എഡിറ്റിങ്ങിൻ്റെ ഒക്കെ വലിയ കമ്പനി വരുന്നു. സിനിമാ ലോകം തന്നെ ചാലക്കുടിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പണ്ട് ഒരുപാട് പേര് തിരക്കഥാകൃത്തുകളായിട്ടും നിർമ്മാതാക്കളായിട്ടും അഭിനേതാക്കളായിട്ടും നമ്മുടെ മണിച്ചേട്ടൻ, ലോഹിദാസ് ഇങ്ങനെ ഉൾപ്പെടെ ഒരു നീണ്ട നേരം. പക്ഷേ ഇപ്പോൾ ഇന്ന് പുതു ചെറുപ്പക്കാർ അവരവരുടേതായിട്ടുള്ള തനത് കഴിവുകൾ കൊണ്ട് എന്താ അടിപ്പൻ ഷോർട്ട് ഫിലിമുകളാണ്. നിങ്ങൾ ഷോർട്ട് ഫിലിമുകളുടെ കാര്യത്തിൽ ചാലക്കുടിക്കാർ എന്തോരം ചെയ്തിട്ടുണ്ടെന്നറിയും. എത്ര കഴിവുള്ള ആളുകൾ നമ്മൾ സാങ്കേതിക പ്രവർത്തകരായിട്ട് പ്രവർത്തിക്കേണ്ടെന്നറിയും. അപ്പോൾ ചാലക്കുടി മോസ്കോയിലെ നമ്മുടെ പ്രിയപ്പെട്ട അജ്മൽ ഇന്ന് സമൽരാജിൻ്റെ സ്വപ്നങ്ങളാണ് അജ്മൽ ഷോർട്ട് ഫിലിം ഇറക്കിയത്. 12 ലക്ഷം പേര് ഈ യൂട്യൂബിലൂടെ ഈ ഷോർട്ട് ഫിലിം കണ്ടു കഴിഞ്ഞു. അതിന് പ്രചോദനമായിട്ട് ഒരു പരിഹാരത്തിൽ നിന്ന് നമ്മുടെ ചങ്ക് ബ്രോ കൂടെയുണ്ട്. ഇതൊക്കെയാണ് ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഏത് യൂട്യൂബിൽ ഏത് ചാനൽ വഴിയായിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്? ബണ്ണി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ പോസ്റ്റിലൂടെ ഞാൻ ഇടുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നമ്മുടെ അജ്മലിന് നൽകണം. സമൽരാജിൻ്റെ സ്വപ്നങ്ങൾ എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ പറയുന്നത് ഈ അജ്മൽ എന്ന് പറയുന്ന ആൾക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ഇനി അജ്മലിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടട്ടെ, പൂർത്തിയാക്കട്ടെ. എല്ലാ ചാലക്കുടിക്കാരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ മോസ്കോയിലെ ചെക്കനാണ്. കിടിലനായിട്ട് പരിപാടി, അടിപ്പനായിട്ട് പരിപാടി, സൂപ്പറായിട്ട് ചെക്കൻ സിനിമ എടുത്ത് അവൻ്റെ സ്വപ്നം പൂർത്തിയാക്കുന്നത് വരെ നമ്മൾ കട്ടയ്ക്ക് കൂടക്കണം എന്നാണ് പറയുന്നത്. യൂട്യൂബിൽ കയറാം, സമൽരാജിൻ്റെ സ്വപ്നങ്ങൾ കാണാം, അജ്മൽ രാജിന് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുക. നന്ദി, നമസ്കാരം. എനിക്ക് അവൻ ഇടിക്കണടാ. ഉത്സവത്തിന് ആരും കെട്ടിട്ട് ഇടിക്കണടാ. അവനെനിക്ക് കൊല്ലണടാ. എടാ, ഈ സമര് കണ്ട സ്വപ്നം ഒന്നും അങ്ങനെ വെറുതെ അവരടാ.